എൻ്റെ ഒരു മസൂലർക്ക് നമ്മുടെ ലെസ് പ്ലസ് സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡ്രാഗനെ കൊല്ലണം, പിന്നെ പറ്റുമെങ്കിൽ നമുക്ക് കില്ലായിട്ട് എടുക്കാൻ പോകണം. ഇതാണ് നമ്മുടെ ഹാപ്പി കാസ്റ്റ്. ഞാൻ നമ്മുടെ മറ്റേ വെള്ളം ഉണ്ടല്ലോ, വാട്ടർ ബക്കറ്റ് വെച്ച് ഇവിടെ വെള്ളം ഉണ്ടാക്കി അതിൽ ഇവിടെ വെയിറ്റ് തിന്നു. ഞാൻ ഒരു 10-20 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു ഇവിടെ എ എസ് കെ നിന്നത് നമ്മുടെ മറ്റേ ഇവിടെ അവിടെ സ്പോൺ വീണത്. ഓ എന്തർമേനാണ് നോക്കി. നമുക്ക് നേരെ അവിടെ ചാവാണ്ട് കളിക്കാം. ഞാൻ അധികം എഡിറ്റൊന്നും ചെയ്യുന്നില്ല. ഡ്രാഗൻ അടിച്ചു. ഷീൽഡ് എൻ്റെ മോനെ, ഒരടിക്ക് ഷീൽഡിന് പകുതിയല്ല. മിക്കവാറും ചാവാണ്ട് കളിക്കാൻ നോക്കാനാണ്. ഒന്നാമത്തെ പില്ലറ് പൊട്ടിക്കണം. ഒന്നാമത്തെ പില്ലർ പൊട്ടി. ഇങ്ങനെ ഡ്രാഗൺ വന്നായിരിക്കും കുറച്ച് സൂക്ഷിക്കണം. എങ്ങനെയായിരിക്കും ഡ്രാഗൺ കുറച്ച് നമ്മുടെ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കണ്ട് ഇങ്ങനെ പറന്ന് വരും വീട്ടിൽ തന്നെ. അയ്യോ, അത് പൊട്ടി. ഈ പില്ലർ പൊട്ടിച്ചാൽ പിന്നെ പില്ലേഴ്സിൻ്റെ മുകളിൽ ഇത് പൊട്ടിച്ചാൽ പിന്നെ നമുക്ക് ഈ ഹാപ്പി കാസിൻ്റെ ആവശ്യം അത്ര ഇല്ല. ഇപ്പോൾ ഡ്രാഗൺ നമ്മളെ കൊല്ലാൻ വരും, നമ്മൾ ചാവേം ചെയ്യും. ഓനോ എത്ര പില്ലേഴ്സ് ഉണ്ട് ടോട്ടലിലൂടെ? 8-10. സമയത്തിന് ഫുഡ് കഴിക്കണം. എൻ്റെ മോനെ പെട്ട ഓർമ്മണ്ടിരിക്കണം. യെസ്, അവൻ എല്ലാ പില്ലറും പൊടിച്ചിട്ടുണ്ട്. വെയിറ്റ് കൊണ്ട് വെയിറ്റ് ഹെൽത്ത് കൂർട്ടെ. ഡ്രാഗൻ അടുത്ത് വരുമ്പോൾ സൂക്ഷിക്കണം. നേരെ പോവോ. ഓക്കെ, ഒരെണ്ണം കൂടി പിടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അടുത്തുകൂടി ഇതിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചാൽ മതി, അപ്പം പൊട്ടും. ഓക്കെ അത് മാത്രം ഇവിടെ ഉണ്ട്. ഓ എൻ്റെ മോനെ, എന്താണ് എൻ്റെ അറ്റാക്കണ്ട. പിന്നെ നമുക്ക് ആദ്യകാലം നോക്കിയില്ല. ഇനി നമുക്ക് വേണ്ടത് ഈ യന്ത്രം അത് വേണം. ഒരു വർഷം പോലും ചാവാണ്ട് ഡ്രാഗൺ തന്നിട്ടുണ്ട്. അടുത്ത് അയ്യോ ഡ്രാഗൻ ഉറപ്പിക്കണം. എല്ലാം പോയി ചത്ത്. തർക്കുത്തരല്ലാണ്ട് പറയൂല. ബെഡ് റീസ്പോൺ അനങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് സംഭവിച്ചത്. വിളിച്ച അപ്പം നമ്മൾ വീണ്ടും ഡ്രാഗനെ കൊല്ലത്തിന് നമ്മുടെ അവസാനമായിട്ട് ഉള്ളത് 3 ലെവൽ മാത്രമാണ്. നമ്മൾ വീണ്ടും എടുത്തി ഒരു എന്തർമേനെ കൊണ്ട് ഭാഗ്യത്തിന് നമ്മുടെ അനന്തര റൂൾസൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ പിക്കാക്സ് കുഴപ്പമില്ല. പിക്കാക്സിൽ സെൽഫ് ടച്ച് പറ്റി കുഴപ്പമില്ല. കുറേ നമുക്കിപ്പോൾ അടുത്ത് ഡ്രാഗനെ കൊല്ലണം. ഡ്രാഗനെ മണ്ണടിച്ച് പോകണം. എന്നെ കൊല്ലാൻ നോക്കി ഡ്രാഗനെ നമുക്ക് തിരിച്ച് കൊല്ലണം. ഡ്രാഗൻ ഇപ്പം എടുക്കാൻ ഇപ്പോൾ കിട്ടിയ പണി മൊത്തം എനിക്കാണ്. ഇതൊക്കെ നിന്നാണ് പോയത് കേട്ടെ. ഇതാണ് കുറച്ച് ടഫ് പണി. ഓക്കെ, ഇനി ചത്തിട്ടും കാര്യമില്ല, ചാവാൻ പോയിട്ടും കാര്യമില്ല. ആവുമ്പോൾ നമുക്ക് കൊല്ലണം. എന്തർമേൻ എനിക്ക് ഇഷ്ടമില്ല. ഡ്രാഗനെ പൊട്ടണാവും. പിന്നെ ക്രിയേറ്റീവ് ഫുൾ സൈഡ്. പകുതി സ്ഥലം കളഞ്ഞവൻ.
അല്ലാത്ത പാടാണ് ഡ്രാഗൺ ഉണ്ട്. ഓ വീണ്ടും 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 എൻ്റെ മോനെ എത്ര ഡാമേജ് ആവാൻ തരണമെന്നറിയോ? കൊല്ലണം എൻ്റെ മോനെ കരക്കടിക്കണം. എന്തൊക്കെ ഡ്രാഗൺ വാർഡിനും ഡ്രാഗൺ പൊളിക്കണ പേര് മാറിപ്പോണു. എൻ്റെ മോനെ അവിടെ കിട്ടും വാർഡിൻ്റെ ബ്രീത്ത്. എൻ്റെ മോനെ ജസ്റ്റ് മിസ്. വെയിറ്റ് സമയമുണ്ട് ഫുഡും ക്ലിയർ ആയില്ല. 2 ബ്ലോക്ക് അവിടെ ബ്ലോക്കുണ്ട്. ഫിൽട്ടറുണ്ട് കുഴപ്പമൊന്നുമില്ല. ഒബ്സീഡിയൻ വാർഡ് ഡ്രാഗന് പൊട്ടിക്കാൻ പറ്റില്ല. സമയമുണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഡ്രാഗനെ കൊല്ലണം, ഇനിയും കൊല്ലണം. ഈ ഡ്രാഗൻ ഭയങ്കര സീനാണ്. ഈസ്റ്ററാത്ത ഫൈറ്റാണ് ഡ്രാഗൺ ഫൈറ്റ്. എൻ്റെ മൂന്നിൻ്റെ ആവല്ലേ. ഓട് 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 ഓട്. ഓ എൻ്റെ ഫുഡൊക്കെ തീർന്നു. എനിക്കിന്ന് വീട്ടിൽ പോകണമായിരുന്നല്ല. അങ്ങനെ വീട്ടിൽ പോവും. ചത്തിട്ട് പോയാൽ അപ്പോൾ സാധനങ്ങളൊക്കെ പോലെ ണെങ്കിൽ വിശക്കണമുണ്ട്. ബങ്കറാണെങ്കിൽ കുറേ ഉണ്ട്. ഐഡിയ എൻ്റെ അടുത്ത് വാടാ നീ വാ ഒന്നുണ്ടാ. എന്തെങ്കിലും ഒന്നും കഴിക്കാനില്ലല്ലോ. ഇതിലുള്ള ബ്ലോക്കൊക്കെ തീരുണ്ടല്ലോ. എനിക്ക് നിന്നെ ആവശ്യമുണ്ടടാ. അവൻ തരുന്നു വലിയ ഉറപ്പൊന്നുമില്ല. അടുത്തൊക്കെ വാ. ഡ്രാഗൺ ഫുഡ് എടുക്കാൻ പറ്റും. മതി മതി മതി. ആക്സ് എന്തിനാണ്? സാധനങ്ങളൊക്കെ ഡിസ്പോൺ ആയാവോ? പില്ലേഴ്സൊക്കെ നമ്മൾ സിമ്പിളായിട്ട് പിടിച്ച് ഒട്ടും ചാവാൻ പിടിച്ച്. പക്ഷെ ഡ്രാഗൺ ഫൈറ്റ് അത് ഞാൻ എത്ര പ്രോയല്ല. PvP ഭയങ്കര പ്രോയാണെന്ന് ഓ എൻ്റെ മോനെ ഡ്രാഗൺ അഭിനയിത്ത് ഓടിക്കോ. ആരുടെ മുഖത്തൊക്കെ നോക്കാണ്ട് ഓടിക്കോ. ചിലപ്പോൾ നമ്മളെ കൊല്ലാൻ വേണ്ടി എടുത്ത് വരും. ആ സാധനങ്ങളൊക്കെ ഡിസ്പോൺ ആയില്ല. ഇഷ്ടല്ല. ഞാൻ സാധനമൊന്നും സമാധാനം ഇട്ടോട്ടെ ഡ്രാഗനെ. ഡ്രാഗനാണ് മറ്റേ ബ്രീത്ത് അങ്ങനെ എഴുതിക്കിടോ. അതാണ് എനിക്ക് പേടി. സമാധാനമുണ്ട്. കൊല്ലണം ഡ്രാഗനെ കൊല്ലണം. റിവെഞ്ച് വേണം. റിവെഞ്ച് എന്നും പറഞ്ഞ ഡ്രാഗൻ നമ്മളെ കൊല്ലല. ഡ്രാഗനെ കണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ചാവല്ലേ. ഫസ്റ്റ് സമയമുണ്ട്. അതൊക്കെ സൂക്ഷിച്ച് കണ്ട് കളിച്ചാൽ കുഴപ്പമില്ല. മതി 2-3 അടി കൂടി മതി. ഡ്രാഗൺ എൻ്റെ മോനെ തലയുടെ മുകളിൽ മേത്ത്. അയ്യോ അടിയില്ല. എൻ്റെ മോനെ എന്തർമാൻ
എന്തർമെൻ്റൊക്കെ ഉണ്ട് ചാവല. ഫുഡിൻ്റെ ആവശ്യം നല്ലോണം ഉണ്ട്. ഫുഡ് വേണം ലൈഫ് നല്ലോണം ഫുഡ് വേണം. കൊച്ചാവൂലേ ജൂൺ മാസത്തേക്ക് വേണ്ടി വെച്ച ഡ്രാഗൺ ഫൈറ്റും സീരീസ് ഒക്കെ മാറിക്ക്. ഇനി എൻ്റെ ടൈം ഡ്രാഗൻ്റെ ചാടല്ലേ ടച്ച് ടു അൺലോക്ക് അല്ല. അയ്യോ ഇങ്ങനല്ല ഇങ്ങനെ എടുത്തിട്ട് ഇത് പൊട്ടിച്ചിട്ട് നമ്മുടെ സാധനം കയ്യിലെടുക്കണം. അപ്പം നോക്കിക്കോ, അടുത്ത എപ്പിസോഡിൽ പുതിയ വീട് അല്ലെങ്കിൽ ഒരു ലേറ്റർ മറ്റേ സാധനം കാണിക്കും. ഇത് നമ്മുടെ പോർട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ 2 പ്രാവശ്യം ചത്തുള്ളൂ ഈ വേൾഡ്. ഞാൻ 3 പ്രാവശ്യം അങ്ങനെ ചത്തുള്ളൂ ഈ വേൾഡ് തുടങ്ങിയ പിന്നെ 3 പ്രാവശ്യം. ഇതിനാണ് എന്തോരം കണ്ടേക്കുന്നറിയോ? ഇതിനാണ് ഒരുപാട് കണ്ടിട്ടുണ്ട്. സ്കിപ്പ് അടിക്കാൻ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ഉണ്ട്. സ്കിപ്പ് നമ്മുടെ വേൾഡിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പോർട്ടിലെടുത്ത് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കണ്ടേ. നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ നമുക്ക് ലെറ്റർ എടുക്കാൻ പോയാലോ. റോക്കറ്റ് നമുക്ക് പിന്നെ എടുക്കാമല്ലോ. ശരി, അല്ലെങ്കിൽ ഈ എപ്പിസോഡ് തന്നെ ചെയ്യണമെന്നുണ്ട്. മണ്ഡലമുണ്ട് യാതകിയോ യാത്തൽച്ചാ സാതലമോ കണ്ടിട്ടെല്ലാം അങ്ങോട്ട്. ഇതെന്താണിത്? ഇതൊന്നും എനിക്ക് വേണ്ട. പുതിയൊരു സാധോ ഒരു ചെറിയൊരു വുഡിൻ്റെ ഹൗസ് ഉണ്ട്. ഒരുപാട് ഹാർഡ് വർക്കിംഗ് എന്തൊരു വേൾഡാണ്. നമ്മുടെ വീടിൻ്റെ പുറത്ത് രാത്രിയാണ് തോന്നുന്നത്. അയ്യോ അത് മുകളിൽ കയറി. ആ ഇനി ഇവിടെ 2 കുഴി ഉണ്ടാക്കണം. അയ്യോ ഇവിടെ ആ വെള്ളമല്ലേ, ഇവിടെ വെള്ളം കൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് ഡ്രാഗനെ കൊന്ന് ഡ്രാഗൻ്റെ എഗ്ഗ് കിട്ടി. ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് നേരെ പോകണം എന്തിന് ഇലേട്ടെടുക്കാൻ. അമ്മ ഈ വീട്ടിൽ കയറിയിട്ടില്ല. എന്താ വലിയ രസമല്ലേ? ഇത് പുതിയ വീടാണോ വലിയത്? ഇല്ല. നല്ല വീടാണ്. അമ്മേ എൻ്റെ മോൻ രാത്രിയാ പറയും എൻ്റെ വീട്ടിലേക്ക് പോകണം. ഓക്കെ എല്ലാം കഴിഞ്ഞ്. അപ്പം ഇനിയെല്ലാം അടുത്ത എപ്പിസോഡ് ചെയ്യുക. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡ് പോവാ. ടാറ്റ ബൈ ബൈ.